അപ്പോൾ ഈ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് തിരിച്ച് വീണ്ടും വന്നാൽ അവിടെ വെച്ച് ഗ്രീക്ക് ട്രാജഡികൾ, ഷേക്സ്പീരിയൻ ഡ്രാമകൾ, സാമുവൽ ബക്കറ്റിൻ്റെ ഇതൊക്കെ അവതരിപ്പിക്കാൻ അവസരം ഉണ്ടായി. തീർച്ചയായിട്ടും ആ കാലത്തെക്കുറിച്ചൊന്ന് പറയാം. എനിക്കതൊരു വലിയൊരു സൗഭാഗ്യമാണ്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഏറ്റവും ക്ലാസിക്കായിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇപ്പോൾ സോഫോക്ലേസിൻ്റെ ഈഡിപ്പസ് എന്ന് പറയുന്നത്, ഈഡിപ്പസ് രാജാവ്, ആ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. മാക്ബത്ത് ഷേക്സ്പിയറിൻ്റെ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ അവിടെ പഠിക്കുമ്പോൾ സാമുവൽ ബക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗോദ പോലുള്ള നാടകങ്ങൾ അതിൽ ഞാൻ അഭിനയിച്ചിട്ടില്ലെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നാടകങ്ങൾ, ഇപ്പോൾ ലോക നാടകവേദിയിലുള്ള അത്ഭുതകരങ്ങളായ പല നാടകങ്ങളും അവിടെ കാണാൻ പറ്റുകയും ചിലതിലൊക്കെ അഭിനയിക്കാൻ പറ്റുകയും അങ്ങനെയുള്ള ക്ലാസിക് കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു വലിയ ബന്ധമുണ്ടാവുകയും ഒക്കെ ചെയ്തത് അത് നമ്മുടെ ഒരു നടനെന്നുള്ള രീതിയിൽ എന്നെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞാനൊന്നും ബേസിക്കലി ഒരു ബോൺ ആക്ടറൊന്നുമില്ല. ഞാനൊന്നും അങ്ങനെ ഒരു അഭിനയിക്കാൻ വലിയ കഴിവുള്ള ഒരാളെന്നല്ല. ഒരു ചെറിയൊരു വാസനയൊക്കെ ഉള്ളിലുണ്ടാവും. അതനുസരിച്ച് ചില നാടകങ്ങളിലൊക്കെ മുമ്പ് അഭിനയിച്ചിട്ടുണ്ടെന്നല്ലാതെ ശരിക്കും സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചെന്നതിന് ശേഷമാണ് അതൊരു നടൻ എന്നുള്ള രീതിയിൽ എന്നെ രൂപപ്പെടുത്തിയതും. ഒരു നടൻ്റെ ഈ ശബ്ദവും ശരീരവും മനസ്സുമാണ് നടൻ്റെ മാധ്യമം എന്നൊക്കെ എന്നെ പഠിപ്പിച്ചതും ആ മാധ്യമങ്ങളെ നമ്മുടെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ അതിനെ വഴങ്ങുന്ന രീതിയിൽ പരിശീലനം കൊണ്ട് അതിനെ വഴക്കിയെടുക്കുന്ന രീതിയിലൊക്കെയുള്ള ഒരു ഇതിലേക്കൊക്കെ പോകാനുള്ളൊരു പുതിയൊരു വെളിച്ചം പകർന്നു തന്നത് ശരിക്കും സ്കൂൾ ഓഫ് ഡ്രാമയിലെ ഒരു ഒപ്പം പഠിച്ചിരുന്ന വിദ്യാർത്ഥികളെ പ്രമുഖരാരെങ്കിലും ഉണ്ടായിരുന്നു പിന്നീട് ഈ രംഗത്ത് തിളങ്ങിയ? അഭിനയ രംഗത്ത് കുറച്ച് പേരൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അത് മുകുന്ദൻ എന്ന് പറയുന്ന ആക്ടർ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിരുന്നതാണ്. പിന്നെ കുറേ ആക്ടേഴ്സൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പേരെടുത്ത് പറയും. ഇപ്പോൾ പുതിയ ന്യൂ ജനറേഷനിൽ കുറേ പേരൊക്കെ അങ്ങനെ ഉണ്ട്. ഈ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ പിന്നീട് അഭിനയത്തിലേക്ക് സജീവമായി അല്ലേ? അതെ. പിന്നെ താങ്കളുടെ ഒരു കരിയർ എടുക്കുകയാണെങ്കിൽ ചേട്ടൻ ബാവ അനിയൻ ബാവ എന്ന ചിത്രം വളരെ നിർണായകമായ ഒരു ചിത്രമായിരുന്നു. ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ച ചിത്രമാണ്. അല്ല, സിനിമയിൽ എനിക്ക് കുറേ അങ്ങനെയുള്ള കുറച്ച് ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ആദ്യകാലത്ത് കിട്ടി. അതായത് ഇപ്പോൾ ഫസ്റ്റ് ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ കൂടെ എം പി ആയിട്ട് വരുന്നത് അന്നൊക്കെ ഞാൻ ഈ ടെലിഫിലിമിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജീവ് അഞ്ചൽ, സുരേഷ് കുമാർ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത വൻ ഹിറ്റായ ചിത്രമാണ്, വലിയ ഹിറ്റായതാണ്. അപ്പോൾ അതിനകത്ത് ലാലേട്ടൻ്റെ കൂടെ അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായിട്ട് എം പി ആയിട്ട് ആ എം പി അന്ന് ജീവിച്ചിരുന്ന ഒരു എം പി ആയിട്ട് വളരെ താഴ്ന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നൊരു ഡയലോഗ് തന്നെ ഉണ്ടല്ലോ, മറ്റേ കോട്ടയത്ത് കോഫി ഹൗസിലും മറ്റും ഇങ്ങനെ വായി നോക്കി നടന്നിരുന്നത് എന്നെ പിടിച്ച് എം പി ആക്കിയത് ഹൈക്കമാൻഡാന്നൊക്കെ അതുകൊണ്ടാണ് ചോദിച്ചത്. അതായിരിക്കും ആ ഒരു ഡയലോഗ് ഉള്ളതുകൊണ്ടായിരിക്കും പറയുന്നത്. അത് പക്ഷേ ഒരു രസകരമായ ഒരു കഥാപാത്രമായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ അത് കഴിഞ്ഞ് മലപ്പുറം ഹാജി മഹാനായ ജോജി എന്ന് പറഞ്ഞ അതിനകത്തൊരു പട്ടാളക്കാരൻ മുകേഷ് ചേട്ടനെ വെടിവെക്കുന്ന ഇത് മാറിയിട്ട് ജഗതി ചേട്ടൻ്റെ തൊണ്ടയിൽ കൊള്ളുകയും ജഗതി ചേട്ടൻ ഒന്നും പറയാൻ പറ്റാതെയൊക്കെ അതൊരു പ്രധാന ക്യാരക്ടറാണ്. അതെ, അത് ആ കഥാപാത്രം. അതുപോലെ ചെപ്പടി വിദ്യ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു കള്ളൻ, ചെപ്പടി വിദ്യയിൽ വെച്ചല്ലേ മോനിഷ അതെ അപകടത്തിലേക്ക് അന്ന് മരിക്കുന്നത്. അതിനകത്ത് കൽപ്പന ശശിയായിരുന്നു എൻ്റെ കൂടെ. ജഗതി ചേട്ടനും ശ്രീനേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു കള്ളന്മാരിൽ ഒരാൾ ഞാനായിരുന്നു, ആ ഒരു കള്ളൻ്റെ ക്യാരക്ടർ. അങ്ങനെ ആദ്യകാലത്ത് പിന്നെ സൈന്യം എന്നുള്ള സിനിമയിൽ മമ്മൂക്കയുടെ കൂടെ കുക്കാട്ട്, അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ജോലിക്കാരൻ, അതും വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു ജോഷിയേട്ടൻ്റെ സിനിമയായിരുന്നു. അപ്പോൾ അങ്ങനെ ആദ്യകാലത്ത് കുറേ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങൾ വന്നിട്ട് അതിൻ്റെ ഒരു വലിയൊരു പീക്കിലാണ് അനിയൻ ബാവ ചേട്ടൻ ബാവ ജയസെൻസറിൻ്റെ ആ ചിത്രം വരുന്നത്. ജയറാമിൻ്റെ പാരവയ്ക്കുന്ന ഒരു, പക്ഷെ അതന്ന് വലിയ ശ്രദ്ധിക്കപ്പെട്ട ഒരു അഭിനയത്തിൽ എനിക്ക് വലിയ ബ്രേക്കായ ഒരു കഥ. ഒരു ഡയലോഗ് അമ്മാവാന്ന്, ആ ഡയലോഗിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാം. അത് ശരിക്കും അതിനകത്ത് രണ്ട് അമ്മാവന്മാരാണ്. ഒന്ന് നമ്മളെ നരേന്ദ്രപ്രസാദ് സാറും ഒന്ന് രാജൻ പി ദേവേട്ടനും. അപ്പോൾ ഇവരുടെ രണ്ട് പെൺമക്കളെയും ഇങ്ങനെ മാറി മാറി പ്രേമിക്കുന്ന ഇവരുടെ ഒരു അനന്തരവൻ. അങ്ങനെ ഇവരെ ഈ അമ്മാവാന്ന് വിളിക്കുന്ന ഇതാണ് അതിനകത്ത് ഡയലോഗ്. പക്ഷേ അത് മിമിക്രി കലാകാരന്മാർ പിന്നീട് പറഞ്ഞാണ് അത് ഇത്രയും പോപ്പുലറാക്കിയതും. അല്ല, പ്രേംകുമാറിന്റെ ഒരു ട്രേഡ് മാർക്കായിട്ടുള്ള അത് സ്വയം ഇംപ്രവൈസ് ചെയ്താണോ അതോ സംവിധായകൻ പറഞ്ഞ പോലെ ചെയ്തതാണോ? സംവിധായകൻ്റെ നിർദ്ദേശമുണ്ട്. പിന്നെ അതിനകത്തൊരു എക്സാജറേഷൻ ഉണ്ട്. നമ്മളൊരു സാധാരണ ഒരു ക്യാരക്ടർ അല്ല, അത് കുറച്ചൊരു ഒരു കാരിക്കേച്ചർ സ്വഭാവമുള്ള ഒരു കഥാപാത്രമാണ്, വളരെ റിയലിസ്റ്റിക് അല്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സാജറേഷൻ ആ ഒരു ഡയലോഗ് പ്രസൻറ്റേഷനിലൊക്കെ കുറച്ചൊരു നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ പറയുന്നത് പോലുള്ളൊരു സംഭാഷണ ശൈലിയല്ല അതിനകത്ത്. അപ്പോൾ അതിനകത്തൊരു കുറച്ചൊരു പ്രൊജക്ഷൻ അതിൻ്റെ സംഭാഷണത്തിൽ കൊടുത്തിട്ടുണ്ട്. അല്ല, അതിനകത്തവർ അതിപ്പോൾ ശരിക്കും മിമിക്രി കലാകാരന്മാർ പറയുന്നത് പോലെ ഞാൻ പറഞ്ഞാൽ അതിലേ അത് ശരിയാവത്തുള്ളൂ. ആ സിനിമയിൽ അങ്ങനെ മനോഹരമായി ഞാൻ വിളിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. മിമിക്രി കലാകാരന്മാർ വിളിക്കുന്നത് ഇങ്ങനെയാണ്, അത് അമ്മാവാ എന്നൊക്കെ പറഞ്ഞ് അവരാണ് ശരിക്കും അതിനെ പോപ്പുലറാക്കിയത്. പക്ഷേ അത് ഒരു സിനിമ ഇറങ്ങി എത്രയോ വർഷം കഴിഞ്ഞിട്ടും അതിലൊരു ഡയലോഗ് അത് വളരെ സജീവമായി നിൽക്കുന്നുള്ളൊരു നടന് കിട്ടുന്ന അംഗീകാരം കൂടിയാണ് അല്ലേ? അത് പിന്നെ റാഫി മെക്കാർട്ടിൻ്റെ സ്ക്രിപ്റ്റാണ് അതിനകത്ത് ആ കഥാപാത്രം. അതുപോലെ പുതുക്കോട്ടയിലെ പുതുമണവാളനും റാഫി മെക്കാർട്ടിൻ്റെ, അതിലും ജയറാമിനൊപ്പം ഏറെക്കുറെ തുല്യമായ ഒരു കഥാപാത്രമാണ്. പക്ഷേ അത് വളരെ ഒരു കോമഡി സിനിമകൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സമയം കൂടെ ആയിരുന്നു അല്ലേ? ആയിരുന്നു. ആ സമയത്ത് കുറേ അങ്ങനെയുള്ള കുറേ സിനിമകൾ ഇറങ്ങിയിരുന്നു. ഇതെല്ലാം വലിയ രീതിയിൽ വിജയിക്കുകയും ചെയ്തു. എല്ലാം വലിയ ഹിറ്റുകളായിരുന്നു. ആ സമയത്ത് വലിയ ഹിറ്റുകളായിരുന്നു. പിന്നീട് ഒരു ഇടവേളയിലേക്ക് പോകുന്നത് ഏത് ഘട്ടത്തിലാണ്?
അല്ല, ശരിക്കും ഒരു 2000 വരെയും നമ്മൾ വളരെ സജീവമായിട്ട് തന്നെയായിരുന്നു. 2000 വരെ വളരെ സജീവമായിരുന്നു. അത് കഴിഞ്ഞാണ് ശരിക്കും നമ്മൾ ആ ഒരു ലോ ബഡ്ജറ്റ് സിനിമകളുടെയൊക്കെ ഒരു വരവങ്ങ് നിന്നു. അത്തരം സിനിമകളുടെ ഒരു വലിയൊരു ഒഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളുടെ ഭാഗമായിട്ടായിരുന്നു ഞാനൊക്കെ കൂടുതലും ഉണ്ടായിരുന്നത്, ചെറിയ ചെറിയ സിനിമകൾ. താങ്കൾ ദൈവവിശ്വാസത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. താങ്കൾ വലിയൊരു യേശുവിൽ വിശ്വാസം അർപ്പിച്ച് സംസാരിക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. ആ ഒരു അത്ര തീവ്രമായ ഒരു വിശ്വാസത്തിലേക്ക് വന്നത് എങ്ങനെ? അല്ല, ഞാൻ ദൈവവിശ്വാസിയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു മതവിശ്വാസിയല്ല. യേശുക്രിസ്തു ഒരു മതവും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. പലരും അങ്ങനെ പറയുന്നുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പോലും ഇവിടെ. അപ്പോൾ ഞാനൊരു യേശുക്രിസ്തു വിശ്വാസിയാണ്, ഒരു ക്രിസ്തു മത വിശ്വാസിയല്ല. അത് വ്യത്യാസമുണ്ട്. അപ്പോൾ യേശുവിനിൽ ഞാൻ വിശ്വസിക്കുന്നത് ഗോഡ് ഈസ് ലവ് എന്നാണ് നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ളൊരു ഇത് കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് ഈ സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും അധികം പറയുകയും സ്നേഹം എന്ന ഒരു ദൈവമായിട്ട് ഞാൻ കാണുന്നത് യേശുക്രിസ്തുവാണ്. അതിലപ്പുറം ഒരു സ്നേഹത്തെ ഏറ്റവും വലിയൊരു വചനമാണ്, നിന്നെപ്പോലെ നീ മറ്റുള്ളവരെയും സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് ഒരുപാട് കേട്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് എൻ്റെ ഒരു ആന്തരികാർത്ഥം നമുക്ക് പലപ്പോഴും അറിഞ്ഞുകൂടാ. ഒരു മനുഷ്യൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് സ്വയമാണ്. ഞാൻ ഏറ്റവും അധികം എന്നെയാണ് സ്നേഹിക്കുന്നത്, താങ്കളെ വേണ്ടി. അപ്പം ഞാൻ എന്നെ എത്രമാത്രം തീവ്രമായി സ്നേഹിക്കുന്നുവോ അതേ അളവിൽ ഒരല്പം പോലും കുറയാതെ ഞാൻ മറ്റു മനുഷ്യരെ, മറ്റുള്ളതിനെയൊക്കെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ ഉയരുക എന്ന് പറയുന്നത്, ഞാൻ എന്നെ പോലെ മറ്റുള്ള സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ള ഒരാൾക്ക് വേണ്ടി ഞാൻ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാകണം. അവിടെയാണ് ആ സ്നേഹത്തിൻ്റെ ഏറ്റവും പരമമായ ഒരു സംഭവം. അത് ഞാൻ കണ്ടിട്ടുള്ളത് യേശുക്രിസ്തുവിലാണ്. അപ്പം ഞാൻ എന്തുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു. എൻ്റെ ശത്രുവിനെ പോലും നീ സ്നേഹിക്കുക എന്ന് പറയുന്നത് ക്രിസ്തു മാത്രമേ ഉള്ളൂ. നമ്മുടെ പല ദൈവസങ്കല്പങ്ങളും ഈ ദുഷ്ടനെ നിഗ്രഹിക്കുകയും നല്ല മനുഷ്യരെ സംരക്ഷിക്കുകയും അവരെ കാക്കുകയും ചെയ്യുന്നതായിട്ട് പറയുമ്പോൾ, യേശുക്രിസ്തുവാണ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ ദുഷ്ടരായ മനുഷ്യരെ രക്ഷിക്കാനാണ് ഞാൻ, പാപികളായ മനുഷ്യരെ എന്ന് പറയുന്നത് ഒരു വലിയൊരു ദൈവസങ്കല്പം. അങ്ങനെ ആയിരിക്കണമല്ലോ. ദൈവം എന്ന് പറഞ്ഞ സ്നേഹമാണ് എങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അവസാന വാക്കതാണ് യേശുക്രിസ്തു. ഒരു നടനാണ് എങ്കിലും സാമൂഹിക നിരീക്ഷണം നടത്തുന്ന ഒരു നടൻ കൂടിയാണ് പ്രേംകുമാർ. പല പ്രമുഖ പത്രങ്ങൾ, ഇപ്പോൾ കേരള കൗമുദി ഉൾപ്പെടെ പ്രമുഖ പത്രങ്ങളിലൊക്കെ എഴുതാറുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചാൽ, അതായത് സിനിമയ്ക്ക് അകത്ത് തന്നെ ഒരു നടിയെ കൊണ്ടുപോയി ഉപദ്രവിച്ചു. ഇപ്പം നമ്മുടെ നാട്ടിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നു. ദിവസം തോറും പീഡന വാർത്തകൾ വരുന്നു. എന്തായിരിക്കും സമൂഹത്തിന് പറ്റുന്നത്? അല്ല, ഞാൻ ആ ഒരു സംഭവത്തിൽ ഞാൻ അങ്ങനെ പ്രതികരിക്കാതിരുന്നത്, എത്രയോ പേർ ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം നമ്മൾ പ്രതികരിക്കുക എന്നുള്ളതല്ല. എത്രയോ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ, എത്രയോ പാവപ്പെട്ട പെൺകുട്ടികൾ ഈ നാട്ടിൽ എത്രയോ കാലമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ ക്രൂരമായി പൈശാചികമായ രീതിയിൽ എത്രയോ സംഭവങ്ങൾ നമ്മുടെ ചരിത്രത്തിലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സെലിബ്രിറ്റിയുടെ ഒരു കാര്യം വരുമ്പോൾ മാത്രം നമ്മൾ കുറേ സെലിബ്രിറ്റികൾ ഇങ്ങനെ പ്രതികരിക്കുകയും മറ്റുള്ളതൊക്കെ നമ്മൾ കാണാതെ പോവുകയും ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഇരട്ടത്തപ്പാണ്. അപ്പോൾ അവിടെയുമൊക്കെ ഞാൻ പ്രതികരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതിനും പ്രതികരിക്കാനുള്ള, എങ്കിൽ പോലും ഞാൻ ഇത് പറഞ്ഞു, ഇത് ഒരു പെൺകുട്ടിക്കും അല്ലെങ്കിൽ ഒരു കുഞ്ഞിനും ഉണ്ടാകാൻ പാടില്ലാത്ത ഏറ്റവും ഹീനമായ ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. ഒരിക്കലും നമ്മുടെ പെൺകുട്ടികളെയൊക്കെ നമ്മൾ എന്തൊരു ഇതിൽ നമ്മൾ കാക്കേണ്ടതാണ്. നമ്മുടെ ഒരു സ്വന്തം ഒരു മകളെപ്പോലെ പെങ്ങളെപ്പോലെ നമ്മളിങ്ങനെ നെഞ്ചോട് ചേർത്ത് നമ്മളിങ്ങനെ സംരക്ഷിക്കേണ്ട ഒരു സമൂഹം, അവിടെ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വല്ലാത്ത വലിയൊരു എന്താ പറയുക. അല്ല, ഏത് മതത്തിലും ആയിക്കോട്ടെ, പുരോഹിതന്മാർ പോലും ഈ പാതയിലേക്ക് വരുന്നുണ്ട്. ഇപ്പം സമീപകാലത്ത് നടന്ന സംഭവങ്ങളെല്ലാം അങ്ങനെയാണ്. അല്ല, അതൊന്നും അതൊക്കെ വെറും മനുഷ്യരാണ്. അവരെയൊന്നും നമുക്കൊരു പുരോഹിതനായിട്ടോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇവരെയൊക്കെ സമൂഹത്തിൽ നിന്ന് എന്താ പറയുക, സമൂഹത്തിൽ നിന്ന് തന്നെ അവരെയൊക്കെ ഛേദിച്ച് കളയേണ്ട ആൾക്കാരാണ്. അല്ലാതെ നമുക്കതൊരു ഒരു വ്യക്തിയായി പോലും നമുക്കവരെ പരിഗണിക്കാൻ പറ്റില്ല. ഒരു സാധാരണ ഒരു വ്യക്തി പോലും ചെയ്യാൻ അറയ്ക്കുന്ന കാര്യങ്ങൾ ഒരു പുരോഹിതൻ്റെ വേഷമിട്ട് ഒരു മനുഷ്യൻ ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഹീനകൃത്യത്തിൻ്റെ ഗൗരവം എന്തുമാത്രമാണ് വർദ്ധിക്കുന്നത്. ഞാൻ എഴുത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം നല്ല രീതിയിൽ സാമൂഹിക നിരീക്ഷണം നടത്തുന്ന ഒരാളാണ്, നന്നായിട്ട് എഴുതാനും അറിയാം. എന്തുകൊണ്ടാണ് ഈ കഥ ഈ മേഖലയിൽ കൈവയ്ക്കാത്തത്? അല്ലാതെ ഇതുവരെ അങ്ങനെ ചിന്തിച്ചില്ല. പക്ഷെ അത് ഇനി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എഴുതണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ പല സിനിമാ നടന്മാർ, ഇപ്പോൾ അങ്കമാലി ഡയറീസ് എന്ന് പറയുന്ന ഒരു സിനിമ, ഒരു നടൻ ചെമ്പൻ വിനോദ് എന്ന് പറയുന്ന ആളാണ്, നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സിനിമ വളരെ നന്നായിരിക്കുന്നു പറയുന്നത്. രാമേഖലയിലും കൈവയ്ക്കും. അല്ല, അങ്ങനെ ആഗ്രഹമുണ്ട്. സംവിധാനം അങ്ങനെയുള്ള കാര്യം, സംവിധാനത്തിനെ കുറിച്ച് ഞാൻ പറയുന്ന കാര്യം, അത് മറ്റൊരാളിൻ്റെ കാശ് കൊണ്ട് ഞാനൊരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുമ്പോൾ അതെനിക്കൊരു ഒരു മനസാക്ഷിക്കുത്തുള്ളൊരു കാര്യമായതുകൊണ്ടാണ്. കാര്യം അതിന് നമുക്കൊരു ഒരിക്കലും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. അയാളുടെ കാശ് പോയാൽ അയാളുടെ ഇതാണ് പോകുന്നത്. അപ്പോൾ അതിനൊരു അങ്ങനെയുള്ളൊരു മനസ്സില്ലാത്തത് കൊണ്ട്
എൻ്റെ ഒരു സ്വന്തം കാശ് എന്തെങ്കിലും എനിക്കുണ്ടായാൽ അങ്ങനെ ഒരു സിനിമ ഞാൻ സംവിധാനം ചെയ്യാനുള്ളൊരു ശ്രമത്തിലേക്ക് ഞാൻ വരും. അല്ലാതെ മറ്റൊരാളുടെ ഒരു കാശ് ഞാൻ വാങ്ങിയിട്ട് പിന്നെ സംവിധാനം ചെയ്യുക, അതിന് ഒരു ഉറപ്പൊന്നും നമുക്കില്ലല്ലോ. സിനിമ എന്ന് പറയുന്ന ഒരു ഗാംബ്ലിംഗ് പോലെയാണ്. ചിലപ്പോൾ ആകാം, വലിയൊരു ഹിറ്റാവാം, ഹിറ്റാകാതിരിക്കാം. പക്ഷേ അയാളോട് ഞാൻ എന്ത് ഹിറ്റാകാതെ പോയാൽ എന്ത് സമാധാനം പറയും എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സംവിധാനം, 1-2 ഓഫറുകൾ അങ്ങനെ വന്നിരുന്നു. ഒരു സിനിമ സംവിധാനം ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ട് ചില സുഹൃത്തുക്കൾ, ചില പ്രവാസി കക്ഷികളൊക്കെ എന്നോട് ചോദിച്ചു. പക്ഷേ അപ്പോഴും ഞാൻ അവരോട് നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ഒരു സിനിമ അവരുടെ പൈസ എനിക്കത് ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഒരിക്കലും ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല സിനിമ. ഇപ്പോൾ ഈ നാടകം പഠിച്ച ആളാണ്, നാടക മേഖലയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? നാടകം ഇടയ്ക്ക് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല ചില കഥാപാത്രങ്ങൾ വെച്ചിട്ട് ചെയ്യണം, അങ്ങനെയുള്ള സോളോ പെർഫോമൻസ്. നല്ല സോളോ മാത്രമല്ല, അല്ലാത്ത ചില നാടകങ്ങളും ഒക്കെ ചെയ്യണം. ഇടയ്ക്ക് ചില ശ്രമങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും മേഖലയിൽ താല്പര്യമുണ്ട്? ഇപ്പോൾ എഴുത്ത്, അഭിനയം, പാട്ട് അങ്ങനെ? ഇല്ല, അങ്ങനെ പാടില്ല. പാടാൻ അത്യാവശ്യം മൂളിപ്പാട്ടൊക്കെ പാടും. പിന്നെ ഈ ഓർക്കസ്ട്രയൊക്കെ ഉണ്ടെങ്കിൽ ചില സ്റ്റേജിലൊക്കെ ചിലപ്പോൾ പാടാറുണ്ടോ? അല്ല, ഓർക്കസ്ട്രയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2-3 വരിയൊക്കെ ചില പഴയ പാട്ടുകളൊക്കെ പാടാൻ ഇഷ്ടമാണ്. സിനിമകളെല്ലാം കാണാൻ പോകാറുണ്ട്? സിനിമ ചിലതൊക്കെ ഈ മലയാള സിനിമയിൽ ഇപ്പം താങ്കളുടെ കാലത്തുനിന്നും ഇങ്ങോട്ട് മാറി ഇപ്പോൾ ഒരു ന്യൂ ജനറേഷൻ ട്രെൻഡ് എന്ന് പറയുന്നുണ്ട്. അതിൽ നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഭൂരിഭാഗവും അത്ര നല്ല സിനിമകളും അല്ല. എന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ല, ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം തന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, ഇത് ഒരു ന്യൂ ജനറേഷൻ തലമുറയെ ഉദ്ദേശിച്ച് ചെയ്യുന്ന സിനിമകളാണോ, അതോ ഇത് കൈകാര്യം ചെയ്യുന്നവർ മുഴുവൻ പുതിയ തലമുറയിൽപ്പെട്ടവരായതുകൊണ്ട് അതിൻ്റെ ന്യൂ ജനറേഷനാണോ എന്ന് പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ഈ ഒരു പുതിയ തലമുറയെ ഉദ്ദേശിച്ച് ചെയ്യുന്ന സിനിമയാണെങ്കിൽ അത് പുതിയ തലമുറയുടെ ശീലങ്ങൾ, അവരുടെ രീതികൾ, അവരുടെ ചിന്തകൾ, അവരുടെ ശരിതെറ്റുകൾ, പിന്നെ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, അവരുടെ ഒരു നിലപാടുകൾ, ഇതൊക്കെ അല്ലെങ്കിൽ അതിനെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന പഴയ തലമുറയിലുള്ള ഒരാൾക്ക് വേണമെങ്കിലും അങ്ങനെ ഒരു സിനിമ ചെയ്യാം. കാര്യം ഇവരെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന, അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന, അവരെ അതേപടി അറിയുന്ന ഒരാൾക്ക്, അയാൾ ഏത് തലമുറയിലുള്ള ഏത് ജനറേഷനിലുള്ള ഒരാളായാലും അങ്ങനെ ഒരു സിനിമ ചെയ്യാം. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെ ആരും അങ്ങനെ അധികം ചെയ്ത് കാണുന്നില്ല. ഇപ്പോൾ പുതിയ പിള്ളേരെന്ന് പറയാൻ പറ്റില്ല, പുതിയ തലമുറയിലെ. പക്ഷേ ഞാനവരെ വളരെ ആദരവോടെയാണ് കാണുന്നത്. പലരും വളരെ പ്രതിഭാശാലികളായ ഒരുപാട് പേർ ആ മേഖലയിൽ കടന്നു വരുന്നുണ്ട്. അവരുടെ ആശയങ്ങളോടും പുതിയ ചിന്തകളോടും ഒക്കെ എനിക്ക് വലിയ ഒരു മതിപ്പാണ് എനിക്കുള്ളത്. ഈ ന്യൂ ജനറേഷൻ പണ്ടും ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഇത് പഴയ സാധാരണ ഒരു ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള രീതികളുടെ ഒരു തുടർച്ചയായിരിക്കും. ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഒരു തുടർച്ചയിൽ നിന്ന് ചെറിയൊരു ഇതുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്നതിൽ നിന്നും വലിയ ഒരു കുതിച്ചുചാട്ടമാണ്. അത് ശരിക്കും ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു വരവോടുകൂടി വന്ന ഒരു വലിയ ഒരു മാറ്റമുണ്ട്. കാര്യം അത് ആശയങ്ങളുടെ കാര്യത്തിലായിരുന്നാലും എല്ലാ ഇതും ഒരു വലിയ IT മേഖലയിൽ വന്നിരിക്കുന്ന ഒരു വലിയ വിപ്ലവത്തിൻ്റെ അപ്പോൾ ഒരു നൈരന്തര്യം ഉണ്ടല്ലോ. ഒരു തൊട്ട് മുമ്പുണ്ടായിരുന്ന തലമുറയിൽ നിന്നുള്ള ഒരു സ്വാഭാവികമായ ഒരു പരിണാമത്തിലൂടെയുള്ള ഒന്നല്ല ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. അതൊരു വലിയ ഒരു അന്തരം, ഒരു സാധാരണ ഒരു ജനറേഷൻ ഗ്യാപ്പ് അല്ലാത്ത വലിയൊരു ഗ്യാപ്പ് ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ചലച്ചിത്ര രംഗം വളരെ ഗ്ലാമർ നിറഞ്ഞ ഒരു മേഖല കൂടിയാണ്. എന്താണ് അതിനെക്കുറിച്ചുള്ള താങ്കളുടെ പ്രതികരണം? അത് ഗ്ലാമർ ഉണ്ട്. അത് ശരിക്കും പലപ്പോഴും ഒരു നടൻ എന്നുള്ള രീതിയിൽ എന്നെക്കുറിച്ചൊരു വിലയിരുത്തൽ ഞാൻ പറയാം. അതായത് ഇപ്പോൾ പ്രേംകുമാർ എന്ന് പറയുന്ന നടനെ കുറേ മലയാളികൾ തിരിച്ചറിയുന്നു. എവിടെ ചെന്നാലും തിരിച്ചറിയുന്നു, എൻ്റെ പേര് വിളിക്കുന്നു. ഇപ്പോൾ കഴക്കൂട്ട് എന്ന് പറയുന്ന നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന എൻ്റെ അച്ഛനും അമ്മയും സ്വകാര്യമായി എനിക്കിട്ട പ്രേംകുമാർ എന്ന പേര് ഈ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഞാൻ എവിടെ ചെന്നാലും കുറേ പേരെങ്കിലും പ്രേംകുമാർ എന്ന് എന്നെ തിരിച്ചറിയുകയും ആ പേര് വിളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല അത് എൻ്റെ ഒരു അഭിനയത്തിൻ്റെ മികവ് കൊണ്ടാണ് ഇവരെന്നെ ഇത്രയും ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ എന്നെ തിരിച്ചറിയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് തിരിച്ചറിയാം, അത് ഞാൻ അഭിനയിക്കുന്ന സിനിമ അല്ലെങ്കിൽ ടെലിവിഷൻ എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ ഒരു വലിയ ശക്തി കൊണ്ടാണ് ഇവരെന്നെ തിരിച്ചറിയുന്നതും എന്നോട് ഈ ഒരു ഇഷ്ടം കാണിക്കുന്നതും. ഞാൻ പലപ്പോഴും വിചാരിക്കുന്നത് ഈ കൂടിയാട്ടത്തിലും കഥകളിയിലും നാടകത്തിലുമൊക്കെ എത്രയോ മഹാനടന്മാർ, പക്ഷെ അവരെയൊന്നും ഈ ഒരു വലിയ അംഗീകാരമോ അല്ലെങ്കിൽ ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ താങ്കൾ തന്നെ എന്നെ ഇവിടെ ഇങ്ങനെ വിളിച്ചിട്ട് എന്നെ ഒരു അഭിമുഖം ചെയ്യണമെങ്കിൽ അത് ഞാൻ ഈ സിനിമയിൽ അല്ലെങ്കിൽ ഒരു ടെലിവിഷനിൽ വന്നതുകൊണ്ടാണ്.
പക്ഷേ പലപ്പോഴും എന്നെക്കാൾ എത്രയോ മഹാനടന്മാർ മറ്റ് കൂടിയാട്ടത്തിലും കഥകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുമ്പോൾ മാണിമാധവ ചാക്യാർ എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ, ഈ കൂടിയാട്ടത്തിൻ്റെ കുലപതി, അദ്ദേഹം ഈ മുഖത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ഒരു ഭാവവും മറ്റൊരു ഭാഗം കൊണ്ട് മറ്റൊരു ഭാവവും ഇങ്ങനെ കൈകെട്ടിയിരുന്ന് അനായാസമായി അഭിനയിക്കുന്നത് കണ്ടിട്ട് വല്ലാതെ വിസ്മയം കൊണ്ടിട്ടൊരു ആളാണ് ഞാൻ. അഭിനയത്തിൻ്റെയൊക്കെ ഒരു ഉദാത്തമായ തലം അതാണ്. അപ്പോൾ അതിനെയൊന്നുമല്ല നമ്മൾ അംഗീകരിക്കുന്നത്. പക്ഷേ നമ്മുടെ നടന്മാരൊക്കെ അത് മനസ്സിലാക്കുന്നുണ്ടോ? താരങ്ങൾ, നമ്മുടെ താരങ്ങൾ എത്രത്തോളം അത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ നമ്മൾ ഈ മഹാനടന്മാരെയൊക്കെ വിസ്മരിച്ചിട്ട് പുതിയ തലമുറ ഇന്നിപ്പോൾ ഏതെങ്കിലും അന്യഭാഷാ നടന്മാരുടെയൊക്കെ ഒരു ചിത്രം ഇവിടെ റിലീസ് ചെയ്യുമ്പോൾ അവരുടെയൊക്കെ വലിയ കൂറ്റൻ ഫ്ലെക്സ് ബോർഡിൻ്റെ പുറത്ത് ഈ മിൽമയുടെ പാൽ കവർ വാങ്ങി പൊട്ടിച്ച് പിന്നെ പാലഭിഷേകം നടത്തുന്ന ഒരു പുതിയ തലമുറ ഇവിടെ വളർന്നു വരിക. ഇതാണ് ഉദാത്തമായി ഈ ഒരു ഡപ്പാങ്കൂത്ത് കാണിക്കുന്ന ഈ മൂന്നാംകിട സിനിമകളിലെ മൂന്നാംകിട അഭിനയം. ഈ ഉദാത്തമായ സിനിമയിലെ ഉദാത്തമായ അഭിനയത്തെ ഞാൻ മാറ്റി നിർത്തുന്നു. പക്ഷെ അത്തരം ചില സിനിമകളുടെ പുറകെ പോയി അതിൻ്റെ ഒരു താരപ്പകിട്ടിൽ ഇങ്ങനെ അഭിരമിക്കുകയും അതിൻ്റെ മുകളിൽ നിന്ന് അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരൻ വീണ് മരിച്ചതായിട്ട് വാർത്ത കണ്ടില്ലേ? അപ്പോൾ പുതിയ തലമുറ എന്തൊരു ഈ മഹാനടന്മാരെ മഹാവിസ്മയമായ ലോകപ്രതിഭകൾ നമ്മുടെ ഈ കഥകളിലും കൂടിയാട്ടത്തിലും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ നമ്മൾ വിസ്മരിച്ചിട്ട് അവരെയൊക്കെ തിരിച്ചറിയേണ്ടതാണ്. അവരെയൊക്കെ തീർച്ചയായിട്ടും തിരിച്ചറിയുകയും അംഗീകരിക്കുകയും വേണം. അപ്പം ഞാൻ പിന്നെ പറയുന്നത് എൻ്റെ അഭിനയത്തിൻ്റെയോ അല്ലെ എൻ്റെ ഒരു മിടുക്കോ പ്രതിഭയോ അല്ല, ഈ മാധ്യമത്തിൻ്റെ ശക്തി എന്ന് ആ ഒരു തിരിച്ചറിവ് എനിക്കുണ്ട്. അത് ഞാൻ പറയുക. ചെറുതും വലുതുമായ 150-ലേറെ ചിത്രങ്ങളിൽ താങ്കൾ അഭിനയിച്ചു. ഈ തിരിഞ്ഞു നോക്കുമ്പോൾ സിനിമാ രംഗത്ത് ആരോടെങ്കിലും കടപ്പാടുണ്ടോ? ഒരുപാട് പേരുണ്ട്. സിനിമാ രംഗത്ത് എനിക്ക് കടപ്പാടുകളല്ലേ ഉള്ളൂ. കാര്യം എനിക്ക് വേണ്ടിയിട്ട് അത് ഈ വലിയ സംവിധായകനെ വെച്ച് സിനിമ ചെയ്ത പ്രൊഡ്യൂസർമാരോടോ സംവിധായകന്മാരോടോ മാത്രമല്ല, തിരക്കഥ എഴുതിയവരോടോ ക്യാമറ ടെക്നീഷ്യൻസിനോടോ മാത്രമല്ല. എനിക്ക് എന്നെ രാവിലെ ഞാൻ ലൊക്കേഷനിൽ എന്നെ കിടന്നുറങ്ങുമ്പോൾ പിന്നെ ഷൂട്ടിങ്ങിനായിട്ട് ഏതെങ്കിലും ഒരു എടുത്ത് തന്നിരിക്കുന്ന റൂമിൽ കിടന്നുറങ്ങുമ്പോൾ രാവിലെ 5 മണിക്ക് വന്ന് എനിക്ക് ചായ തന്ന് എന്നെ വിളിച്ചുണർത്തുന്ന ആ ഒരു ആളോട് പോലും എനിക്ക് വലിയ ഉണ്ടാവേണ്ടതല്ലേ? അങ്ങനെ എത്രയോ കുട്ടികൾ അങ്ങനെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ബോയ്സ് എന്നൊക്കെ പറയുന്നു. അവരോടൊക്കെയാണ് എനിക്ക് ആദ്യം, അവരൊക്കെ രാത്രി എത്രയോ വൈകിട്ടാണ് ഉറങ്ങുന്നത്. ഈ ഒരു സിനിമ അതിൻ്റെ പാക്കപ്പ് കഴിഞ്ഞിട്ട് പിന്നെയും എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് രാത്രിയൊക്കെ ലേറ്റായിട്ട് ആണ് ചിലപ്പോൾ ഷൂട്ടിംഗ് കഴിയണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന ഇവർ അതിരാവിലെ അവരെണീറ്റിട്ട് ഇതെല്ലാം ശരിയാക്കിയിട്ട് ഓരോ നടന്മാരെയൊക്കെ വിളിച്ചുണർത്തുകയും അവർക്ക് ചായ കൊടുക്കുകയും ചെയ്യുന്നു. അവരോടൊക്കെ എത്രയോ അവരൊക്കെയാണല്ലോ നമ്മൾ ഇത്രയും ഒരു ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ എന്നെ അർഹനാക്കിയത് പോലും അവരൊക്കെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവരോട് പോലും ഞാൻ അത്രയും ഒരു വലിയ കടപ്പാട് സൂക്ഷിക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ഞാൻ ഒന്നും പറയേണ്ടതില്ലല്ലോ. അപ്പോൾ സിനിമയിൽ വീണ്ടും കൂടുതൽ അവസരങ്ങൾ തേടി വരട്ടെ. എല്ലാ ആശംസകളും. വളരെ സന്തോഷം.